Hi friends, welcome back to a new video. So, we will discuss this video. 5 questions ആണ് environmental engineering ൽ നിന്നുള്ള 5 questions ആണ് നമ്മൾ discuss ചെയ്യുന്നത്. Okay. First question. The measurement of the amount to which the light is absorbed or scattered by suspended material in water is called. Light is absorbed അല്ലെങ്കിൽ scattered by the suspended material. അതിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? Color ആണോ, turbidity ആണോ, pH ആണോ, acidity ആണോ? Light absorb ചെയ്യും and it is scattered by suspended material. എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? It is called turbidity. It is called turbidity എന്നാണ് നമ്മൾ അതിന് പറയാറുള്ളത്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൂടുതൽ എക്സ്പ്ലനേഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ കൂടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Blue baby disease is caused in infants due to drinking water containing higher concentration of. ഏത് കോമ്പൗണ്ടിന്റെ ഹയർ കോൺസെൻട്രേഷൻ കാരണമാണ് ഇൻഫാൻസിൽ ബ്ലൂ ബേബി ഡിസീസ് ഉണ്ടാകുന്നത് എന്നാണ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് നൈട്രേറ്റ്, കാഡ്മിയം, സൾഫൈഡ്, ക്ലോറൈഡ്. നൈട്രേറ്റിന്റെ ആധിക്യം കാരണമാണ് ബ്ലൂ ബേബി ഡിസീസ് ഇൻഫാൻസിൽ കാരണമാകുന്നത്. ലിമിറ്റഡ് എമൗണ്ടിനേക്കാളും കൂടുതൽ നൈട്രേറ്റ് ഡ്രിങ്കിങ് വാട്ടറിൽ ഉണ്ടെങ്കിൽ ബ്ലൂ ബേബി ഡിസീസ് ആണ് കുട്ടികളിൽ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ കോമൺലി യൂസ്ഡ് ഇൻഡിക്കേറ്റർ ഫോർ മെഷറിംഗ് കോൺസെൻട്രേഷൻ ഓഫ് അയൺ ഇൻ വാട്ടർ ഈസ്. നമുക്കറിയാം, നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കും. എന്തിനാണ്? കോൺസെൻട്രേഷൻ തിരിച്ചറിയാൻ, ഡിഫറെന്റ് കോമ്പൗണ്ട്സിന്റെ കോൺസെൻട്രേഷൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കും. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ സാമ്പിളിലേക്ക് ഒഴിക്കുമ്പോൾ അത് കൂടുതലാണോ കുറവാണോ എന്നുള്ള സൈന് കളർ വെച്ചിട്ടോ കളറിന്റെ ചേഞ്ചസ് വെച്ചിട്ട് ഇൻഡിക്കേറ്റർ കാണിക്കും. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ സാമ്പിളിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? അയണിന്റെ കോൺസെൻട്രേഷൻ കൂടാൻ വേണ്ടി, അയണിന്റെ കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കൂ. സോഡിയം തയോസൾഫേറ്റ് എന്ന് തന്നിട്ടുണ്ട്, സിൽവർ നൈട്രേറ്റ് എന്ന് തന്നിട്ടുണ്ട്, ഏരിയോക്രോം ബ്ലാക്ക് ടീ എന്ന് തന്നിട്ടുണ്ട്, 110 ഫെൻദ്രലൈൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് എന്ന് നോക്കാം. അപ്പോൾ സോഡിയം തയോസൾഫേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ സോഡിയം തയോസൾഫേറ്റ് ആണ്. സോഡിയം തയോസൾഫേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോൾഡ് മൈനിങ്ങിന്, അതുപോലെ തന്നെ വാട്ടർ ട്രീറ്റ്മെന്റിന് ഒക്കെ, അനലിറ്റിക്കൽ കെമിസ്ട്രിയിലൊക്കെ നമ്മൾ സോഡിയം തയോസൾഫേറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നെക്സ്റ്റ് തന്നിട്ടുള്ള ഓപ്ഷൻ ഏതായിരുന്നു? സിൽവർ നൈട്രേറ്റ്. സിൽവർ നൈട്രേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ആന്റി ഇൻഫെക്റ്റീവ് ഏജന്റ് ആയിട്ടാണ് സിൽവർ നൈട്രേറ്റ് ഉപയോഗിക്കുന്നത്. ആന്റി ഇൻഫെക്റ്റീവ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു ഏരിയോക്രോം ബ്ലാക്ക് ടീ. ഏരിയോക്രോം ബ്ലാക്ക് ടീ നമുക്ക് വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. നമ്മൾ EDTA ടെസ്റ്റിന്, വാട്ടറിന്റെ ഹാർഡ്നെസ് ഡിറ്റർമിനേഷൻ ടെസ്റ്റിനൊക്കെ ഉപയോഗിക്കാറുള്ളതാണ് ഏരിയോക്രോം ബ്ലാക്ക് ടീ. ഓക്കെ, EDTA ടെസ്റ്റിനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഏരിയോക്രോം ബ്ലാക്ക് ടീ ഉപയോഗിക്കുന്നത്. അതായത് ക്ലോറൈഡ്സിന്റെയും നൈട്രേറ്റ്സിന്റെയും ഒക്കെ, സൾഫേറ്റ്, കാൽഷ്യം, മാഗ്നീഷ്യം, ഇതിന്റെ ഒക്കെ കോൺസെൻട്രേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ EDTA ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഏരിയോക്രോം ബ്ലാക്ക് ടീ ആണ് ഇൻഡിക്കേറ്ററായി ഉപയോഗിക്കാറുള്ളത്. ഇനി അവശേഷിക്കുന്ന ഒരു ഓപ്ഷൻ ഏതാണ്? 1 to 10 ഫെനന്ത്രോലൈൻ. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് അയൺ കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു വാട്ടറിൽ അയൺ കോൺസെൻട്രേഷൻ എത്രയുണ്ട് എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? 1 to 10 ഫെനന്ത്രോലൈൻ വെച്ചിട്ടാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരികെ പോവാം. എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? അയൺ കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദ കോമൺലി യൂസ്ഡ് ഇൻഡിക്കേറ്റർ ഫോർ മെഷറിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് അയൺ ഇൻ വാട്ടർ ഈസ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, 1 to 10 ഫെൻദ്രലൈൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ EDTA ഒക്കെ ആണെങ്കിൽ ഹാർഡ്നെസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏരിയോക്രോം ബ്ലാക്ക് ടീ ആണ്. അതും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The suitable method for distribution system for a city with haphazard growth pattern is. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് റിംഗ് സിസ്റ്റം, ഗ്രിഡ് സിസ്റ്റം, ട്രീ സിസ്റ്റം, റെറ്റിക്കുലേറ്റഡ് സിസ്റ്റം. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹാപ്പസാർഡ് ഗ്രോത്ത് ഉള്ള സിറ്റി, അതായത് ഒരു റെഗുലർ പ്ലാനിങ് ഇല്ലാത്ത ഒരു സിറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഓരോ ടൈപ്പും എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. അപ്പൊ എന്താണ് റിംഗ് സിസ്റ്റം?
റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലാർ സിസ്റ്റമാണ്. സർക്കുലാർ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെയാണ് റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. വളരെയധികം പ്ലാൻ ചെയ്യുന്ന സിറ്റികൾക്കാണ് നമ്മൾ റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റി പ്ലാനിങ് നന്നായിട്ട് അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സിറ്റികൾക്കാണ് നമ്മൾ റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇനി ഗ്രിഡ് സിസ്റ്റം ഉണ്ട്. ഗ്രിഡ് സിസ്റ്റത്തിന് പറയുന്ന മറ്റൊരു പേരാണ് റെറ്റിക്കുലേറ്റർ സിസ്റ്റം അല്ലെങ്കിൽ ഇന്റർലൈസ്ഡ് സിസ്റ്റം. ഈ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് റെക്ടാങ്കുലർ ഔട്ടുള്ള സിറ്റീസിലാണെങ്കിൽ നമ്മൾ ഗ്രിഡ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ റെറ്റിക്കുലേറ്റർ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ വാട്ടർ എല്ലാം കളക്ട് ചെയ്യും, ദെൻ അത് ട്രീറ്റ് ചെയ്തിട്ടാണ് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് പ്രഷർ ആൻഡ് എനർജി ക്രിയേറ്റഡ് ബൈ ദ യൂസ് ഓഫ് പ്രഷർ ആൻഡ് എനർജി ക്രിയേറ്റഡ് ബൈ ദാറ്റ് പ്രഷർ. ബൈ പ്രഷറാണ് നമ്മൾ വാട്ടറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഗ്രിഡ് സിസ്റ്റം, റിംഗ് സിസ്റ്റം. ഇനി മറ്റൊന്നാണ് ട്രീ സിസ്റ്റം. ട്രീ സിസ്റ്റം എന്താണ്? ഒരു ഡെഡ് എൻഡ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. ഡെഡ് എൻഡ്സ് ഉണ്ടാവും അതിന്. അപ്പോൾ നമ്മൾ ഒരു ഹാപ്പസാർഡ് ഗ്രോത്ത്, റെഗുലർ പ്ലാനിങ് ഇല്ലാത്ത സിറ്റീസിനാണെങ്കിൽ നമ്മൾ ഈ ഡെഡ് എൻഡ് സിസ്റ്റം അല്ലെങ്കിൽ ഈ ട്രീ സിസ്റ്റം വാട്ടർ ഡിസ്ട്രിബ്യൂഷനാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമുക്കൊരു എൻഡിൽ വെച്ച് അത് കട്ട് ചെയ്യാം, പിന്നെയും വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് തുടങ്ങാതിരിക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഹാപ്പസാർഡ് ഗ്രോത്ത് ഉള്ള സിറ്റീസിൽ നമ്മൾ ചെയ്യുന്നത് ഏതാണ്? ട്രീ സിസ്റ്റം അല്ലെങ്കിൽ ഡെഡ് എൻഡ് സിസ്റ്റമാണ്. ഓക്കെ, ഇനി ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ സെറ്റിലിംഗ് ഓഫ് പാർട്ടിക്കിൾ ഇൻ എ സെഡിമെന്റേഷൻ ടാങ്ക് ഡിപ്പെൻഡ് അപ്പോൾ. ഇതിന്റെ നേരത്തെ നമ്മൾ സെഡിമെന്റേഷൻ ടാങ്കിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. അത് കാണാത്തവർ അതും കൂടെ ഒന്ന് പോയി കാണാം. അതിൽ നമ്മൾ സെഡിമെന്റേഷൻ ടാങ്കിന്റെ മറ്റു കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദ സെറ്റിലിംഗ് ഓഫ് പാർട്ടിക്കിൾ ഇൻ സെഡിമെന്റേഷൻ ടാങ്ക് ഡിപ്പെൻഡ് അപ്പോൾ. സെറ്റിലിംഗ് ഓഫ് പാർട്ടിക്കിൾ സെഡിമെന്റേഷൻ ടാങ്കിന്റെ സെറ്റിൽമെന്റ് ഡിപ്പെൻഡ് അപ്പോൾ. ഓപ്ഷൻ എ ലെങ്ത് ഓഫ് ടാങ്ക്, വിഡ്ത്ത് ഓഫ് ടാങ്ക്, ഡെപ്ത് ഓഫ് ടാങ്ക്, ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ടാങ്ക്. എന്താണ്? ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ടാങ്ക് ആണ് ആൻസർ. സെറ്റിൽമെന്റ് ലെങ്തിനെയും അതുപോലെ തന്നെ ടാങ്കിന്റെ വിഡ്ത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെയുള്ള ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സെഡിമെന്റേഷൻ ടാങ്കിന് സെറ്റിലിംഗ് ടാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സെഡിമെന്റേഷൻ ടാങ്ക് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് പോയി കാണാം. ആൻഡ് ഇറ്റ് അലൗസ് സസ്പെൻഡഡ് പാർട്ടിക്കിൾ ടു സെറ്റ് ഔട്ട് വാട്ടർ ഓർ വേസ്റ്റ് വാട്ടർ. ഇറ്റ് ഫ്ലോ സ്ലോലി ത്രൂ ദ ടാങ്ക്. സെറ്റിലിംഗ് ടാങ്ക് എന്താണ്? വാട്ടർ വേസ്റ്റ് പാർട്ടിക്കിൾസിനെ അതിൽ സെറ്റിൽ ചെയ്യാൻ അലൗ ചെയ്യും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും എന്നായിരുന്നു. സെറ്റിൽമെന്റ് ഓഫ് പാർട്ടിക്കിൾ ഡിപ്പെൻഡ് അപ്പോൺ ദി ലെങ്ത് ആൻഡ് വിഡ്ത്ത്. അപ്പോൾ എന്താണ്? ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ദി സെറ്റിലിംഗ് ടാങ്ക് എന്ന് പറയുന്നത് 10 to 12 മീറ്റേഴ്സ് ആണ്. ആൻഡ് ദ ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 times ദ ബ്രെഡ്ത്ത് ഓഫ് ദ സെറ്റിൽമെന്റ് ടാങ്ക് അല്ലെങ്കിൽ 4 times ദ വിഡ്ത്ത് ആണ്. ഇനി ഡെപ്തിലോട്ട് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് 3 to 4.5 മീറ്റേഴ്സ് ആണ്. 3 to 4.5 മീറ്റേഴ്സ് ആണ് ഡെപ്ത്. അതുപോലെ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് 10 to 12 മീറ്റേഴ്സ് ആണ്. ആൻഡ് ലെങ്ത് ഓഫ് ദ സെഡിമെന്റേഷൻ ടാങ്ക് 4 times ദ ബ്രെഡ്ത്ത് ആണ്. അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് ദ ടാങ്ക് ഈസ് 3 to 4.5 മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിലുള്ളത്. നമ്മൾ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഇനിയും വരാം. ഇത്തരം വീഡിയോസ് KWDA ഓവർസിയറിനോ അസിസ്റ്റന്റ് എഞ്ചിനീയറിനോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കും ആ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ വളരെയധികം ഉപയോഗപ്രദമുള്ളതാണ്. ഇനിയുള്ള ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരും. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ അൺഅക്കാദമിയിൽ എൻ്റെ ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിലൊന്ന് കയറിയിട്ട് ആ ക്ലാസ്സുകളും കൂടെ ഒന്ന് കാണാം. ഓക്കെ, താങ്ക് യു.